ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫാബ്രിക് ബട്ടൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അലൂമിനിയം ബട്ടൺസാണ് ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് പീസായിട്ടാണ് അത് ഉണ്ടാവല്. അതിൻ്റെ ഒരു മെയിൻ ഭാഗം ഒന്ന്, അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്ന വേറൊരു ഭാഗം. അപ്പോൾ ഇത് ലൂസായിട്ടും കിട്ടും, പാക്കറ്റായിട്ടും കിട്ടും. ഇതിന് ചെറിയ വില മാത്രമേ ഉള്ളൂ. അതായത് ഒരു ലൂസായിട്ടാണെങ്കിൽ ഒരു പീസിന് ₹1 മാത്രമേ വിലയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പലതിനും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ ഡ്രസ്സിനാണെങ്കിലും ഇപ്പോൾ ഞാൻ നൈറ്റിക്ക് വെച്ചത് നിങ്ങൾ നൈറ്റീൻ്റെ ട്യൂട്ടോറിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അതായത് അതുപോലെ ഏതിനും അത് ഉപയോഗിക്കാവുന്നതാണ്. ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ പല വിധത്തിലും ഇത് നല്ല ഭംഗിയാണ് വെച്ച് കൊടുത്താൽ. അതായത് സാധാരണ മറ്റ് ഷോ ബട്ടനേക്കാളും കൂടുതൽ നല്ല രസമായിട്ട് ഈ ബട്ടനുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തുണീൻ്റെ അതായത് മിഡിൽ ഭാഗത്തായിട്ട് ഈ ബട്ടൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അത് നല്ലോണം ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഒരു അരികിലായിട്ട് ഏതെങ്കിലും ഒരു ഗ്ലൂ, അതായത് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല, അത് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ചുറ്റിലുമായിട്ട് ആ ഗ്ലൂ ഉപയോഗിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മറ്റേ പാർട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അത് അതിൻ്റെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഇതിൻ്റെ അരിക് ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതായത് കുറച്ച് ചെരിച്ചിട്ടായിരിക്കണം അത് വെക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, ഒന്ന് ചെരിച്ച് വെച്ചിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം ഉരുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം മറ്റേ അകത്തുള്ള പീസിന് ഒന്ന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകിപ്പോവാതെ നല്ല ഇതിൽ നിന്നോളൂ, നല്ല ഫിനിഷിങ്ങായി വരും. അപ്പോൾ ഇതിപ്പം ഞാൻ ഒറ്റ ഒരു പീസിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡബിൾ കളറിലൊക്കെ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളറിൽ 2 പീസ് കട്ട് ചെയ്തിട്ട് അത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പ് ഇങ്ങനെ 2 സൈഡിലേക്കും ആക്കിയിട്ട് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വിരലുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നഖം കൊണ്ട് നല്ലോണം ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് ഇതാക്കി കൊടുത്താൽ മതി, വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ കുറച്ച് നല്ല വൃത്തി നിന്നോളും. ഇസ്തിരി ഇട്ടാൽ കുറച്ചും കൂടി നല്ല വൃത്തിയിലായിരിക്കും. ഇനി അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഈ ബട്ടൺ വെച്ച് കൊടുക്കുക, ബട്ടൻ്റെ ആ ഒരു പീസ്. അതിന് ശേഷം അത് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് നല്ലോണം ഒന്ന് ചുരുട്ടി നല്ല ടൈറ്റായിട്ട് ചുരുട്ടി പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം കുറേ ആയാലും നമുക്ക് മറ്റേ പീസ് വെക്കുമ്പോൾ അതിൽ സ്ഥലം മതിയാവാതാവും. അപ്പോൾ അതുകൊണ്ട് അധികം വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ പീസ് വെച്ച് കൊടുക്കുക. മറ്റേ പീസ് വെച്ചിട്ട് വീണ്ടും ഇത് തന്നെ നല്ലോണം ഒന്ന് ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം ശരിക്കും നല്ലോണം ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി കൊടുക്കുമ്പോൾ ഒരു പ്രസ് ചെയ്ത് കൊണ്ടാണ് ഉരുട്ടേണ്ടത്. അത് വെറുതെ ഉരുട്ടേണ്ടതല്ല. നല്ലോണം ഒന്നൊരു ഒരു ചെറിയൊരു ഇതിൽ ചെരിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു പിടുത്തം കിട്ടും അതിന്. അപ്പോൾ അത് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കുമ്പോൾ ഒക്കെ ഇളകിപ്പോവും. അപ്പോൾ ആ ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 കളറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇനിയിപ്പോൾ ഇതന്നെ 4 കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 4 കളർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2 കളറിന് വേണ്ടി 2 പീസ് ജോയിൻ ചെയ്തില്ലേ, അതുപോലെ 2 എണ്ണം ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ആ 2 പീസും തമ്മിൽ വീണ്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 കളറാണ് ഉപയോഗിച്ചത് ഓപ്പോസിറ്റ് സൈഡായിട്ട് വെച്ചിട്ട്. പക്ഷേ ഇതന്നെ 4 കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതായത് 4 പീസ് 4 കളറിലെടുത്തിട്ട് ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്ത തയ്യൽ തുമ്പ് എല്ലാ ഭാഗത്തുള്ള തയ്യൽ തുമ്പും നല്ലോണം ഒന്ന്
ഇസ്തിരി ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലോണം ഒന്ന് അമർത്തി വിരലുകൊണ്ട് അമർത്തി കൊടുക്കുകയോ ചെയ്യാം. അതിന് ശേഷമായിരിക്കണം ഈ ബട്ടൺ വെക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗം നോക്കിയിട്ട് പിന്നെ ബട്ടൺ വെച്ച് കൊടുക്കുക. 4 സൈഡും കറക്റ്റ് വരുന്ന വിധത്തിലായിരിക്കണം ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ മിഡിൽ ഭാഗത്ത്, അതായത് ബട്ടൻ്റെ നല്ല വശത്ത് നോക്കിയാൽ നമുക്ക് ശരിക്കും 4 കളറും ഈക്വലായിട്ട് നിൽക്കുന്ന വിധത്തിലായിരിക്കണം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒന്ന് മറ്റേ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് ചുരുട്ടി പിടിക്കുക. ശരിക്കും നല്ല ടൈറ്റായിട്ട് ചുരുട്ടി പിടിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഈ തുണീൻ്റെ കളറുകൾ കറക്റ്റ് തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കളർ കൂടുതലും ഒരു കളർ കുറവും ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം അതിൻ്റെ നല്ല വശം നോക്കിയിട്ട് ഉറപ്പിച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. കുറേ തുണി കാരണം 4 പീസിൽ നിന്നും വരുമ്പോൾ തുണി കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ പീസ് വെച്ച് ആദ്യം ഗ്ലൂ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മറ്റേ പീസ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഗ്ലൂ ഇടുന്നത് ശരിക്കും ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പിന്നെ അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്ലൂ ഇട്ടതിന് ശേഷം കാരണം ഇതിപ്പോൾ കുറച്ച് കൂടുതൽ പിന്നെ തുണി ഉണ്ടെന്ന് തോന്നുന്നു, അത് നിൽക്കുന്നില്ല. അപ്പോൾ അതൊന്നുകൂടി കുറച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി കട്ട് ചെയ്തിട്ട് തുണി ചെറുതാക്കാം. കാരണം കൂടുതലായാൽ മറ്റേ ബട്ടൺ വെക്കുമ്പോൾ അതിന് പ്രസ് ചെയ്ത് അമർത്തി വെക്കാനുള്ള സ്ഥലം ഇല്ലാതായി പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം തുണി വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. ഇനി അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട്, അധികം പ്രസ് ചെയ്യണ്ട കേട്ടോ, കാരണം അങ്ങനെ ആകുമ്പോൾ അതങ്ങനെ തന്നെ ഒടിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടാണ് പിന്നെ ഉരുട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല ഒരു പിടുത്തം കിട്ടിക്കോളും, പിന്നെ അത് ഇളകി പോകുമൊന്നുമില്ല. അങ്ങനെ ഇതിപ്പോൾ 4 കളറിലും ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പല കളറിലും പല മോഡലിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഞാൻ ആ മെഷീൻ ഇല്ലാതെ തന്നെ, കാരണം മെഷീൻ നമുക്ക് ഒരു കുറേയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്കൊക്കെ ആണെങ്കിലേ ആവശ്യമുള്ളൂ. നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് ചെറിയ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനും ഇങ്ങനെ ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു മെഷീൻ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. ഇത് ഇളകി പോകുമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ അലക്കുമ്പോൾ ഒന്നും ഇളകി പോവില്ല, ഒന്നും ആവില്ല. അപ്പം നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ഇപ്പോൾ ഇങ്ങനത്തെ ബട്ടൺസൊക്കെ നിങ്ങളാക്കിയിട്ട് നിങ്ങളെ ഡ്രസ്സിലൊക്കെ ഒന്ന് വെച്ച് നോക്ക്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ് കാണാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.